ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ കയ്യിലെ മൈലൻസിക്കാരും നോക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ വിഷയത്തേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്ക് പാക്കിംഗ് വീഡിയോ വേണമെന്ന് ചോദിച്ചിട്ട് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ പകുതി പേരും പറഞ്ഞത് വേണമെന്നാണ് കേട്ടോ. നമ്മളിന്ന് ആ ഒരു വീഡിയോയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ് കേട്ടോ. പുതിയ ബാഗ് നമ്മൾ ഇപ്രാവശ്യം എടുത്തില്ല. പകരം നമ്മൾ പഴയ ബാഗ് 1/2 വർഷമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ എടുത്തത്. അതിന് മുമ്പ് ഈ ഒരു ന്യൂസ് നിങ്ങളെല്ലാവരും കണ്ടാവുമല്ലോ. 2 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ ആൾക്കാർക്ക് സ്കൂളുണ്ടാവും, എന്നാൽ ക്ലാസ് ഉണ്ടാവില്ല. ക്ലാസ്സിൽ ലഹരി വിരുദ്ധ എന്തോ ഒരു സ്റ്റഡീസ് നടക്കുന്നുണ്ടെന്ന് എനിക്ക് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെ സത്യാവസ്ഥ എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. സ്കൂളിൽ പോകുമ്പോൾ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നൈസായിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു മെമ്മോ ബുക്ക് ഞാൻ ആദ്യം എടുത്ത് വെച്ചു കേട്ടോ. അതിൻ്റെ ബാക്കിൽ എന്തൊക്കെയോ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് മുമ്പ് ഒരു കാൽക്കുലേറ്റർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിന് യാതൊരു ആവശ്യമില്ല, കാരണം ക്ലാസ് തുടങ്ങിയിട്ട് കൂടി ഇല്ലല്ലോ. ഞാൻ വെറുതെ മറക്കാതിരിക്കുക എടുത്ത് വെച്ചാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടവൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ വേണ്ടതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് കയറുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബാഗൊക്കെ നമ്മൾ സെറ്റായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ റഫ് ബുക്കാണ് കേട്ടോ. റഫ് ബുക്ക് മാത്രമാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ റഫ് ബുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ പൗച്ചിൽ വെക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കളറ് വെച്ചിട്ടുണ്ട്. കളറിൽ 6 എണ്ണമാണുള്ളത്. അത്യാവശ്യത്തിനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അതിന് ശേഷം 4 ജെൽപ്പൻ വെക്കുന്നുണ്ട്. പർപ്പിൾ, ഗ്രീന്, ബ്ലൂ, സിൽവർ അങ്ങനെ. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഒരു മാമൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജെൽപ്പന്. നമുക്ക് ഓരോന്ന് ഡിസൈൻ ചെയ്യാനൊക്കെ നല്ലതല്ലേ. അതിനുശേഷം നമ്മൾ നമ്മുടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം റബ്ബർ വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് മായ്ക്കാൻ തോന്നില്ല, അതുകൊണ്ട് ഞാൻ ഒരു എക്സ്ട്രാ റബ്ബറും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് വരുമ്പോൾ കാണാമല്ലോ. ഇനി അടുത്ത വലിയൊരു കള്ളിയിൽ നമ്മളത് നല്ല സ്മാർട്ട് ജെൽപ്പന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു സംഭവം, സ്മാർട്ട് റൈറ്റിംഗ് അങ്ങനെ എന്തോ ആണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ട് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത OXൻ്റെ പാനും വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ്, നല്ല ഷാർപ്പാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ലെക്സി വെച്ച് കൊടുത്തിട്ടുണ്ട്. ലെക്സി ഞാൻ ഒരു എക്സ്ട്രാ പെന്നായിട്ടാണ് വെച്ചെടുത്തത്. അതിൻ്റെ ശേഷം റെഡ് പെന്നും എൽക്കോസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കണ്ണുള്ള പാന് നമ്മുടെ ക്ലാസ്സിൽ ലാസ്റ്റ് ഡേയിൽ ടീച്ചർ തന്നതാണ്. 2 എണ്ണം തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് ജെല്ലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ എടുത്തതാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ എക്സ്ട്രാ റബ്ബറാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം ഒരു കട്ടർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മൾ ക്ലാസ്സിൻ്റെ ഓരോ ക്ലാസ് കൂടുന്തോറും ആവശ്യമില്ലാണ്ട് വരുന്നൊരു സാധനമാണ് പെൻസിൽ, അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 എണ്ണം വയ്ക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പൗച്ച് ഏകദേശം ഇവിടെ പാക്ക് ചെയ്ത് കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഔട്ട്പുട്ട് കണ്ടാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ പൗച്ച് കേട്ടോ. പൗച്ചിൻ്റെ വലിയ കളിയിൽ ഞാൻ പാനും പെൻസിലും റബ്ബറും കട്ടറൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഈ രണ്ട് കള്ളിയിൽ സ്കെയിലും കളറും അതിനൊരു കട്ടിങ് ബ്ലേഡുമാണ് ഇട്ടിട്ടുള്ളത്. അപ്പുറത്തെ കള്ളിയിലാണെങ്കിൽ നമ്മൾ ജെൽ പെന്നും പിന്നെ റബ്ബറും ആണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ജെൽ പെന്ന് നമ്മൾ വെറുതെ കൊണ്ടുവന്നാണ്, വലിയ ആവശ്യമൊന്നുമില്ല. എന്നാലും സ്കൂളിൽ പോയിട്ട് പട്ടിഷയൊക്കെ കാണിച്ച് നല്ല രസമാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ പൗച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും മറക്കാണ്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മളിത് റഫ് ബുക്ക് മാത്രമാണ് വെച്ചിട്ടുള്ളൂ. റഫ് ബുക്കിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ പൗച്ചും വെച്ചിട്ട് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയല്ല കേട്ടോ ഞാൻ വെക്കുക. പൗച്ച് നമ്മൾ ഈ കള്ളിയിലാണ് വെക്കുക. അപ്പം നമ്മൾ 2 കള്ളിയും സേഫായിട്ട് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് പുത്തൻ കുപ്പിയാണേ. ഞാൻ എപ്പോഴും മേടിക്കുമ്പോൾ ഇങ്ങനത്തെ കുപ്പിയാണ് മേടിക്കാറുള്ളത്. കളർ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. മുമ്പ് ഞാൻ പർപ്പിളും പിന്നെ ഗ്രീനും ബ്ലാക്കും ഒക്കെയാണ് മേടിക്കാറുണ്ട്. ഞാൻ റെഡ് മേടിച്ചു ഗൈസ്. പിന്നെ നമ്മൾ ഈ മഴക്കാലത്ത് മറക്കാണ്ടെടുക്കുന്ന സാധനമാണ് നമ്മൾ കുട. അപ്പോൾ ഇന്നെന്തായാലും 29-ാം തീയതിയാണ്. അപ്പോൾ ഇനി 2 ദിവസം കൊണ്ടുള്ള സ്കൂൾ തുറക്കാൻ, 2-ാം തീയതി ആണല്ലോ. അപ്പോൾ 3 ദിവസം കൊണ്ട് സ്കൂൾ തുറക്കാൻ. അപ്പോൾ പുതിയൊരു വീട്ട് പിന്നെയും വരാം.